السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ബനു ആദമായിട്ടുള്ള അഥവാ മനുഷ്യർ എന്ന നമ്മുടെ ശത്രുവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്തിട്ടുള്ള, നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള, സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ ശത്രുവായിട്ടുള്ള ശൈത്താനെ സംബന്ധിച്ചിട്ടാണ്. ശൈത്താൻ നമ്മെ വീഴ്ത്തുന്ന വ്യത്യസ്ത കെണികളെയും സംബന്ധിച്ചിട്ടാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ശൈത്താൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം ശതന എന്ന ഫിഅലിൽ നിന്നുള്ളതാണ്. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശൈത്താൻ എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നിടത്ത് ഹുവ കുല്ലു മുതമദ്ദിദിൻ മിനൽ ജിന്നി വൽ ഇൻസി വദ്ദവാബി വകുല്ലി ഷൈഇൻ. മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മൃഗങ്ങളാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ആട്ടിയകറ്റപ്പെട്ടവൻ എന്നതാണ് ശൈത്താൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. ആട്ടിയകറ്റപ്പെട്ടവൻ, ശതന എന്ന് പറഞ്ഞാൽ ആട്ടിയകറ്റപ്പെട്ടവൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലെയായവൻ എന്നെല്ലാം ആശയത്തിലാണ് ശൈത്താൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇബ്ലീസും ഇബ്ലീസിന്റെ സൈന്യങ്ങളുമെല്ലാം ഈ പേരിന് അർഹതപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു എന്നുള്ള ആശയത്തിൽ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്താനങ്ങളെയും അതുപോലെ മനുഷ്യരിൽ നിന്നുള്ള ശൈത്താനുകൾ ഉണ്ടാകും. ഏതൊരു രീതിയിലും ശൈത്താന്റെ പ്രവർത്തനം ചെയ്യുന്നവർ എല്ലാം ആ പേരിന് അർഹരാണ്. അത് ജിന്നായാലും മനുഷ്യനായാലും മൃഗങ്ങളായാലും ഒക്കെ അതിൽ പെട്ടവരാണ് ഇബ്ലീസും ഇബ്ലീസിന്റെ സൈന്യവും എന്നുള്ളത്. എന്താണ് ശൈത്താനിന് അല്ലെങ്കിൽ ഇബ്ലീസിന് മനുഷ്യരോട് ഇത്രയും അധികം ശത്രുത ഉണ്ടാകാനുള്ള കാരണം? എന്താണ് ആ ശത്രുതയുടെ തുടക്കം? നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോടും ആ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ഇബ്ലീസിനോടും പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ല, അതിന് തയ്യാറായില്ല. അന്ന് ഇബ്ലീസ് പറഞ്ഞ ന്യായമുണ്ട്. സൂറത്തുൽ അറാഫിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഞാനാണ് അവനേക്കാൾ ഖൈറായിട്ടുള്ളവൻ. അള്ളാഹുവിനോട് പറയാണ്, ഞാനാണ് അവനേക്കാൾ ഖൈറായിട്ടുള്ളവൻ. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, എന്നാൽ അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഞാനാണ് ഉത്തമൻ എന്ന് ഇബ്ലീസ് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ധിക്കരിക്കുകയും അങ്ങനെ ഏറ്റവും തെമ്മാടിയായ അവസ്ഥയിൽ മാറുകയും ചെയ്തു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിൻ ഫഫസഖ അൻ അംരി റബ്ബിഹി. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച സന്ദർഭത്തിൽ ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ സുജൂദ് ചെയ്തു. ഇബ്ലീസ് ആണെങ്കിലോ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കൽപ്പനയോട് ഫിസ്ഖ് കാണിച്ചു അഥവാ ധിക്കാരം കാണിച്ചവനാണ് ഇബ്ലീസ്. അതിന്റെ അനന്തരഫലം എന്താ ഉണ്ടായത്? ആ കൽപ്പന നിർവഹിക്കാത്തതിന്റെ പേരിൽ അതിന്റെ അനന്തരഫലം എന്താണ് ഉണ്ടായത്? ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറഞ്ഞു, നീ പുറത്തു പോവുക, നീ അകന്നു പോവുക, നീ
അന്ത്യനാൾ വരെ ശാപമുണ്ടായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവിടെ വെച്ചാണ് മനുഷ്യനോട് ഇത്രയും ശത്രുതയുള്ള ആളായി തീരാൻ ഇബ്ലീസിന്റെ ആരംഭം. ഇനി മരണം വരെ, ലോകാവസാനം വരെ മനുഷ്യരുടെ ശത്രുവായിരിക്കും ഇബ്ലീസ്, ശൈത്താൻ എന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് ഒരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. അഥവാ നമുക്കറിയാം ഒരു ശത്രു നമുക്കുണ്ട്, നമുക്ക് നേരിട്ട് കാണുന്ന ഒരാളുണ്ട്, അയാൾ നമ്മളെ ഉപദ്രവിക്കാൻ നടക്കുന്നവനാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് കൊള്ളയടിക്കാൻ വരുന്നവനാണ്, നമ്മുടെയോ നമ്മുടെ മക്കളെയോ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്നവനാണ് നമുക്കറിയാം. അങ്ങനൊരു ശത്രു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? ആ ശത്രുവിന്റെ അക്രമത്തെ ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് സുരക്ഷിതനാകാൻ പറ്റുമോ, അങ്ങനെയെല്ലാം സുരക്ഷിതമാകാനുള്ള ശ്രമം നമ്മൾ എടുക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാണാത്ത ഒരു ശത്രു നമുക്കുണ്ട്, അതിലൊരു സംശയമല്ല. മനുഷ്യനായി ഇവിടെ ജനിച്ചു വീണോ, നമ്മളെല്ലാവരും മനുഷ്യരാണോ, നമുക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രുവിന്റെ ഉദ്ദേശമാണെങ്കിലോ എങ്ങനെയെങ്കിലും നമ്മെ തെറ്റിച്ച് പിഴപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കണം എന്നുള്ളതാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അന്ത്യനാൾ വരെ അവന്റെ ലക്ഷ്യം അത് മാത്രമാണ്. ഖുർആനിലെ ആയത്തുകൾ അതിനെ സൂചിപ്പിക്കുന്നത് കാണാം. സൂറത്ത് യൂനുസിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ അല്ലാഹു തആല നൽകുന്ന ഒരു താക്കീതുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട്. ശരിക്കും ആ ഓർമ്മപ്പെടുത്തൽ നാളെ പരലോകത്ത് പിശാചിന്റെ വാക്ക് കേട്ട് ജീവിച്ച തെമ്മാടിത്തരങ്ങളിൽ മുഴുകിയ ആളുകളോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ചോദ്യം? അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം, ഏ മനുഷ്യരെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തതല്ലേ, നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതല്ലേ, അല്ലാ തഅബ്ദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന്, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതല്ലേ എന്നുള്ളത്. കാരണം ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശത്രുവാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പിശാച് തന്നെ പറഞ്ഞ വാക്കുകൾ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞ വാക്കുണ്ട് അല്ലാഹുവിനോട്, ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, റബ്ബേ എനിക്ക് അന്ത്യനാൾ വരെ എനിക്ക് എന്ത് വേണം? എന്നെ ജീവിപ്പിക്കണം, എനിക്ക് അവസരം നൽകണം. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, അല്ലാഹു തആല പറഞ്ഞു നിനക്ക് അന്ത്യനാൾ വരെ നിനക്ക് അവസരം ലഭിക്കുന്ന ഒരാളാണ് നീ എന്ന് പറഞ്ഞു. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അന്ത്യനാൾ വരെ നിർണയിക്കപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള ഒരു സമയം വരെ എന്ന് പറഞ്ഞു. അപ്പോൾ മരണം വരെ മനുഷ്യരുടെ മൊത്തം സമൂഹത്തിന്റെ അവസാനം വരെ മനുഷ്യനെ പഴപ്പിക്കാനുള്ള ശത്രുതയുമായി ജീവിക്കുന്ന ആളാണത്. ആ ശൈത്താൻ പറഞ്ഞ മറ്റൊരു വാക്ക് സൂറത്തുൽ ഹജ്റിൽ അല്ലാഹു തആല പറയാൻ, ഖാല റബ്ബി ബിമാ ഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവിനോട് പറയാണ്, ഞാൻ എന്തായാലും പഴച്ചുപോയി, നീ എന്നെ ആട്ടി അകറ്റപ്പെട്ട് ഞാൻ പഴച്ച അവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഞാൻ ദുനിയാവിലുള്ള മനുഷ്യരെ എല്ലാം പഴപ്പിക്കും, അവർക്ക് ആ ദുനിയാവിനെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമായി മാറ്റിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാക്കും, അവർക്ക് തോന്നിപ്പിക്കും. എന്നിട്ട് പറയാണ്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള അല്ലെങ്കിൽ നീ തെരഞ്ഞെടുത്തിട്ടുള്ള നിന്റെ അടിമകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പഴപ്പിക്കും എന്ന് ഇബ്ലീസ് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നാം പ്രത്യേകം കരുതലെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശത്രുവിനെ കുറിച്ച്. ആ ശത്രുവിന്റെ കെണികളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്താണ് അവൻ നമ്മളിൽ ഉദ്ദേശിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അവനിൽ നിന്ന് ഒരു പ്രതിരോധം തീർക്കാനും അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് മനസ്സിലാക്കാനുമെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തെ അധിക ആളുകളും നമുക്ക് കാണാം, അവർക്ക് ഈ ഒരു കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ആ പിശാചിന്റെ അടിമകളായിട്ട്, ശൈത്താന്റെ അടിമകളായിട്ട്, ശൈത്താൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് രഹസ്യത്തിലും പരസ്യത്തിലും അതിൽ മുഴുകിക്കൊണ്ട് അവർ അകന്നു പോകുന്ന അവസ്ഥ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഒരു ശത്രു നമുക്കുണ്ട്, നമ്മെ പഴപ്പിക്കാൻ ഒരാളുണ്ട് എന്നിരിക്കെ മനുഷ്യർക്ക് പിന്നെ ഒരു വഴിയില്ല എന്നാണോ? നമ്മൾ എന്തായാലും അതിൽ അകപ്പെട്ടു പോകുമെന്നാണോ?
അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലമായി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ മഗ്ഫിറത്ത് എന്നുള്ളത്. ഇങ്ങനൊരു ശത്രു നമുക്കുണ്ട്. ആ ശത്രു നമ്മെ പിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള എല്ലാ ശ്രമവും ചെയ്യുന്നതോടൊപ്പം എപ്പോഴെങ്കിലും ആ ഇബ്ലീസിന്റെ എന്തെങ്കിലും കെണിയിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ മഗ്ഫിറത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു തആല പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തത്തിനോട് തന്നെ അക്രമമായിട്ടുള്ള പാപങ്ങൾ സംഭവിച്ചു പോയാൽ അള്ളാഹുവിനെ ഓർക്കും അവർ. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് അവരുടെ പാപങ്ങൾ പൊറുക്കാനുള്ളത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരാത്തവരുമാണ് അവർ എന്ന് പറഞ്ഞു. അപ്പോ ഇബ്ലീസ് അവിടെ നമ്മെ തെറ്റിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹു തആല ആണെങ്കിലോ വിശാലമായ മഗ്ഫിറത്തും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ഹാക്കിം എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അൽബാനി ഹസനാക്കിയുള്ള ഹദീസിൽ നമുക്ക് കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഇന്ന ശൈത്താന ഖാല, ശൈത്താൻ പറഞ്ഞു, വഇസ്സതിക യാ റബ്ബ് ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫി അജ്സാദിഹിം. ശൈത്താൻ അല്ലാഹുവിനോട് പറയാണ്, നിന്റെ പ്രതാപം തന്നെ സത്യം, അവരുടെ റൂഹ് അവരുടെ ശരീരത്തിൽ ഉള്ളോടത്തോളം കാലം ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു. ഫഖാല റബ്ബ്, അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഇസ്സതി വജലാലി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫിറൂനി. എന്റെ പ്രതാപവും മഹത്വവും തന്നെയാണ്, അവർ എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നിടത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും പറഞ്ഞു എന്ന്. അപ്പോ നമ്മെ തെറ്റിക്കാൻ ഒരു ശത്രു നമുക്കുണ്ട്, നമുക്ക് പുറത്തു തരാൻ, നമ്മെ കാത്തു സംരക്ഷിക്കാൻ നമുക്കൊരു റബ്ബുമുണ്ട്. ഇനി ശൈത്താനെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളുടെയും ധാരണ പിശാച് നമ്മുടെ മേലെ അധികാരം ചെലുത്താൻ സാധിക്കുന്ന, നമ്മുടെ മേലെ പ്രത്യേകം അധികാരമുള്ള, നമ്മെ ഏത് രീതിയിൽ വേണമെങ്കിലും തെറ്റിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഒരു അധികാരമുള്ള ആളാണ് എന്ന നിലക്ക് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ശൈത്താൻ ദുർബലനാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോട് ഇഖ്ലാസുള്ള യഥാർത്ഥ അടിമകളെ സംബന്ധിച്ചിടത്തോളം പിശാച് ദുർബലനാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലെ നിയന്ത്രണം ചെലുത്താൻ കഴിവുള്ള ആളാണ് പിശാച് എന്നത്. ധാരാളം ആയത്തുകൾ ഇതിലേക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആശയം അല്ലാഹു തആല നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ വകഫാ ബിറബ്ബിക വകീല. എന്റെ അടിമകൾ, അല്ലാഹു പറയാണ്, എന്റെ അടിമകൾ അഥവാ യഥാർത്ഥമായിട്ട് എന്നെ ഇബാദത്ത് ചെയ്യുന്ന ഇഖ്ലാസുള്ള എന്റെ അടിമകൾ, അവരുടെ മേലെ നിനക്ക് യാതൊരു അധികാരവുമില്ല, നിനക്ക് അവരുടെ മേലെ ഒരു അധികാരവും ഉണ്ടാകില്ല. അതുപോലെ തന്നെ സൂറത്ത് ഹിജ്റയിൽ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. പിശാചിനോട് പറയാണ്, നിന്നെ പിൻപറ്റിയവർ അവരുടെ മേലെ അല്ലാതെ എന്റെ അടിമകളുടെ മേലെ നിനക്ക് യാതൊരുവിധ അധികാരവും ഉണ്ടാവുകയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തില് ആളുകളെ പഴപ്പിക്കും എന്ന് ഇബ്ലീസ് പറയുമ്പോൾ തന്നെ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലിസീൻ. നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ മുഖ്ലിസീൻ ഇഖ്ലാസ് ഉള്ളവരായ അടിമകൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ തെറ്റിക്കും എന്നാണ് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇബ്ലീസിന് തന്നെ അറിയാം എല്ലാവരെയും തെറ്റിക്കാൻ കഴിയില്ല, ഇഖ്ലാസുള്ള യഥാർത്ഥ അടിമകളെ സാധിക്കില്ല എന്നുള്ളത്. നാളെ പരലോകത്ത് നരകാവകാശികളും സ്വർഗാവകാശികളും വേർതിരിഞ്ഞു കഴിഞ്ഞാൽ നരകാവകാശികൾ അവർ നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ പിശാചൊരു ഖുതുബ നടത്തുന്നത് നമുക്ക് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നുണ്ട്. പിശാച് നടത്തുന്ന ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു ഭാഗത്തിൽ പിശാച് പറയുന്നത്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല.
നിങ്ങളെ കൊണ്ട് ഇന്ന തെറ്റ് ചെയ്യിപ്പിക്കണം, ഇന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന നിലക്ക് ഒരു അധികാരം നിങ്ങളുടെ മേലെ എനിക്കുണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅൗതുക്കും, പക്ഷെ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഇന്നേ നല്ല കാര്യമാണ്, ഇന്നത് ചെയ്താൽ ഇന്ന പോലെ ഉണ്ടാവും, ഇന്നേ നല്ലൊരു ഇതാണ്, ഇന്ന ഇതായിക്കോ, അങ്ങനെ ക്ഷണിച്ചു. ഫസ്തജബ്തും ലീ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അതിന് ഉത്തരം ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇത് ഓരോന്ന് ഭംഗിയുള്ളതായി കാണിച്ചു തന്നു, അത് നിങ്ങളെ പ്രേരിപ്പിച്ചു, നിങ്ങളത് ചെയ്തു. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ ഇനി എന്നെ കുറ്റം പറയണ്ട, എന്നെ ഇനി ഇവിടെ വെച്ച് കുറ്റം പറയണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ആക്ഷേപിച്ചാൽ മതി എന്ന് ഇബ്ലീസ് ശൈത്താൻ നാളെ പരലോകത്ത് വെച്ച് പറയുന്നതാണ്. അപ്പൊ ആലോചിച്ചു നോക്കി, ശൈത്താന്റെ കെണി ദുർബലമാണ്, അടിസ്ഥാനപരമായി ദുർബലമാണ്. ശൈത്താൻ നമ്മുടെ മേലെ അധികാരം ചെലുത്തുന്നത് നമ്മുടെ ഈമാൻ ദുർബലപ്പെടുമ്പോഴാണ്. നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ ഈമാനിന്റെ ശക്തിക്കനുസരിച്ച് പിശാച് നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിൽ നിന്ന് മാറിപ്പോകും. അത്രയധികം ഈമാനിൽ ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല എന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ എന്നുള്ളത് ദുർബലനാണ്, ശൈത്താന്റെ കെണി എന്നുള്ളത് ദുർബലമാണ്, തന്ത്രം എന്നുള്ളത് ദുർബലമാണ്, പെട്ടെന്ന് പൊളിച്ചു കളയാൻ പറ്റും. ചില ആളുകൾ വിചാരിച്ചു, ഞാൻ അകപ്പെടുന്ന പാപം, എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, പിശാചിന്റെ കെണി വളരെ വലുതാണ്. അല്ല, അത് ദുർബലമാണ്. നമ്മുടെ ഈമാൻ അതിനേക്കാൾ ദുർബലമായതുകൊണ്ടാണ് അവന്റെ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, പിശാചിന്റെ കെണി ദുർബലമാണ്, നമ്മുടെ ഈമാൻ അതിനേക്കാൾ ദുർബലമായി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നത്. അല്ലാഹു തആല സൂറത്തു നിസായിൽ പറയാണ്, ഫഖാതിലു ഔലിയാ അശ്ശൈത്താൻ ഇന്ന കൈദ അശ്ശൈത്താനി കാന വഈഫാ. പിശാചിന്റെ ഔലിയാക്കളോട്, പിശാചിന്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾ പോരാടുക. തീർച്ചയായിട്ടും പിശാചിന്റെ തന്ത്രം എന്നുള്ളത് അത് ദുർബലമാണ്, വഈഫാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിശാച് ഒരാളുടെ ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുർബലനായിരിക്കും. അവന് പിശാചിന് ശക്തി ഉണ്ടാകുന്ന എപ്പോഴാണ്? ഒരാളുടെ ഈമാൻ എത്രത്തോളമാണോ കുറയുന്നത്, എത്രത്തോളമാണോ ദുർബലമാകുന്നത്, അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണോ കുറയുന്നത്, അതിനനുസരിച്ചിട്ടാണ് പിശാചിന് ഒരാളുടെ മേലെ ശക്തി ലഭിക്കുക. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൻ നഹ്ലിൽ, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. പിശാചിന് അധികാരമുള്ളത് പിശാചിന്റെ വാക്ക് കേട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളോടും അതുപോലെ അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന, പങ്കു ചേർക്കുന്ന ആളുകളോടുമാണ്. എത്രത്തോളമാണോ അള്ളാഹുവിൽ നിന്ന് അകന്ന് തെമ്മാടിത്തരങ്ങളിലും പാപങ്ങളിലും അതുപോലെയുള്ളതിൽ മുഴുകുന്നത്, അത്രത്തോളം അവരെ പിന്താങ്ങാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി പിശാചികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുഫാറുകളുടെ അവസ്ഥ എങ്ങനെയാണ്? സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നുണ്ട്, അലം തറ അന്ന അർസൽന ശയാത്തീന അലൽ കാഫിരീൻ തഉസ്സുഹും അസ്സാ. കുഫാറുകൾക്ക്, കാഫിരീങ്ങൾക്ക് നാം പിശാചുകളെ അവരിലേക്ക് അയച്ചു, അവരെ പിന്താങ്ങാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി, അവരെ ആ കുഫറിലായിക്കൊണ്ട് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിശാച് അടിസ്ഥാനപരമായിട്ട് ദുർബലനാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിനെ നിങ്ങൾ, പിശാച് എന്തോ ഒരു കാര്യമാണ് എന്ന നിലക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ പൊക്കി പറയുന്ന രീതിയിൽ പറയരുത്. പിശാചിന്റെ തന്ത്രം വളരെ വലുതാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര ഉപദ്രവമാണ്, ആ രീതിയിൽ പിശാചിനെ പിശാചിന് തോന്നണം എന്നെ പേടിക്കുന്ന ആളാണ് എന്ന് തോന്നുന്ന നിലക്ക് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അത്രയും ദുർബലനാണ് പിശാചി എന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, പിശാചിന് എപ്പോഴാണ് ശക്തി, എപ്പോഴാണ് ദുർബലത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് അതിൽ മാറ്റം വരിക. മനുഷ്യരെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൽ മാറ്റം. ഒരു മനുഷ്യൻ ഈമാന് കൊണ്ട് ശക്തനാണെങ്കിൽ പിശാച് അവനിൽ ദുർബലനായിരിക്കും. ഈമാന് കൊണ്ട് ദുർബലനാണെങ്കിൽ പിശാച് അവന്റെ മേലെ ശക്തിയുള്ള ആളായിരിക്കും. ഇനി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സന്ദർഭങ്ങളിൽ പിശാചിന്റെ ഈ കെണിയെ തൊട്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ഈ കെണിയിൽ അകപ്പെടുന്നതിനെ തൊട്ട് വ്യക്തമായ താക്കീതും ഓർമ്മപ്പെടുത്തലും ചെയ്തിട്ടുണ്ട്. കാരണം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ, ഇങ്ങനൊരു ശത്രു നമുക്കുണ്ട് എന്നുള്ള ധാരണയില്ലാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മൾ അവന്റെ കെണിയിൽ കൂടുതൽ അകപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഒരു ആട്ടിടയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആടുകളായിരിക്കും ഏറ്റവും സുരക്ഷിതരായിട്ടുണ്ടാവുക. ആ ആട്ടിടയനിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ആട്,
അതാണ് പെട്ടെന്ന് ചെന്നായ്ക്കൾക്ക് പിടിക്കാൻ എളുപ്പത്തിൽ ലഭിക്കുന്നത്. അപ്പോ യജമാനനായ റബ്ബിനോട് ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവനാണ് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന ഏറ്റവും അടുത്തുള്ള ആളുകൾ. അള്ളാഹുവിൽ നിന്ന് ആരാണോ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ പിടിക്കാനായി നിൽക്കുന്ന ചെന്നായിയായിട്ടുള്ള പിശാച് അവനെ പിടിക്കുന്നതാണ്. പിന്നെ എവിടെ പോയിട്ട് അവൾ വീഴാന്ന് പറയാൻ പറ്റില്ല. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ പിശാചിന്റെ കെണിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഖുർആൻ നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, എത്ര സന്ദർഭങ്ങളിൽ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, സൂറത്തുൽ ബഖറയിലെ 168, 169 ആയത്തുകൾ അള്ളാഹു തആല പറയാം, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ ഹലാലായതും വിശിഷ്ടമായതുമുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. പിശാച് ഒരു വഴിയിലേക്ക് നയിക്കുന്ന അടയാളങ്ങളെ ആ വഴിയിലേക്ക്, ഇന്ന തിന്മയാകണമെന്നില്ല, ആ തിന്മയിലേക്ക് എത്താൻ കാരണമായിക്കൊണ്ട് പിശാച് നിങ്ങളെ ക്ഷണിക്കുന്ന ചെറിയ വഴികളിലൂടെ കൂടി നിങ്ങൾ ആ പിശാചിനെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സംശയമില്ലാത്ത ശത്രുവാണ്. അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പാപങ്ങളും അതുപോലെ തന്നെ മ്ലേച്ഛതകളും അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത സംസാരിക്കാനുമാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ സുഖ്റുഫിൽ അള്ളാഹു പറയാണ്, വലാ യസുദ്ദന്നകുമുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ, നന്മകളിൽ നിന്ന് ഖൈറുകളിൽ നിന്ന് തടയാതിരിക്കട്ടെ, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞു. അതുപോലെ സൂറത്തു മുജാദിലയിൽ അള്ളാഹു പറയുന്നു, ഇസ്തഹ്വദ അലൈഹിമിശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, ശൈത്താൻ അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്ർ അവരെ കൊണ്ട് മറപ്പിച്ചു. അങ്ങനെ പിശാചിന്റെ ആളുകളായി അവർ മാറുകയുണ്ടായി. ഇതുപോലെ ധാരാളം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിതാവായിട്ടുള്ള ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മയായിട്ടുള്ള ഹവ്വാ ബീവി സ്വർഗത്തിൽ നിന്ന് പുറത്താകാനുള്ള കാരണം പിശാചിന്റെ വസ്വാസ് കൊണ്ടാണ്. പിശാച് ഫിത്നയിൽ അകപ്പെടുത്തിയ കൊണ്ടാണ്. പിശാച് ചില കാര്യങ്ങൾ അലങ്കാരമായി കാണിച്ചുകൊണ്ടാണ്. അത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അതുപോലെ നിങ്ങളെ പിശാച് തെറ്റിക്കാതിരിക്കട്ടെ ഈ ദുനിയാവിനെ കാണിച്ചിട്ട്. ദുനിയാവിന്റെ ഹലാലുകൾ, ഹറാമുകൾ അതിനോട് താല്പര്യം കൂട്ടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാബിയും സ്വർഗത്തിലുള്ള സമയത്ത് ആകൊരു വൃക്ഷത്തിന്റെ അടുത്തേക്കാണ് പോകരുത്, ആ വൃക്ഷത്തിലെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ സ്വർഗത്തിൽ ധാരാളം അനുവദിക്കപ്പെട്ടിട്ടുള്ള ധാരാളം വൃക്ഷങ്ങൾ അവിടെയുണ്ട്, പഴങ്ങൾ അവിടെയുണ്ട്. പക്ഷെ എന്നിട്ടും പിശാച് ഇവിടെ ആ ഹറാമായിട്ടുള്ള ആ വൃക്ഷത്തെ, ആ പഴത്തേക്ക് അവരെ ആഗ്രഹം ജനിപ്പിച്ചു. അതുപോലെയാണ് ദുനിയാവിൽ ഹലാലുകളും ഹറാമുകളും ഉണ്ട്. ഇതിൽ ഹറാമുകളോട് കൂടുതൽ താല്പര്യമുണ്ടാക്കുകയും ഹലാലിനോടുള്ള താല്പര്യത്തെ കുറക്കുകയും ചെയ്യും. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ അറാഫിൽ, യാ ബനി ആദം, ഏ മനുഷ്യ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അത് കാരണം അവന് ആവശ്യം നിങ്ങളെ പഴിപ്പിക്കലാണ്. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു യറാക്കും വഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവർ നിങ്ങളെ കാണുന്നുണ്ട്, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം. അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത് കാണാം. സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ശത്രുവായിട്ട് തന്നെ ആ പിശാചിനെ നിങ്ങൾ കണക്കാക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് നരകാവകാശികളായി തീരാനാണ്. നരകത്തിന്റെ ആളുകളായി നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഇത്രയും
താക്കീതും ഓർമ്മപ്പെടുത്തലും അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ സംസാരിക്കുന്നത് പിശാച് ഒരു മനുഷ്യനെ അഥവാ ശൈത്താൻ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ നരകാവകാശിയാക്കാൻ ഒരുക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കെണികളാണ്. എന്തെല്ലാം കെണികളിലൂടെയാണ് പിശാച് ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില കെണികളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേത് അദ്ദഅവതു ഇല ശിർക്കി വൽ കുഫ്ർ, ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ക്ഷണമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, പിശാചിന് ആവശ്യമുള്ളത് നമ്മൾ കുറെ പാപം ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇവിടെ ജീവിക്കുക എന്നുള്ളതല്ല. നമ്മളെ കൊണ്ട് കുറെ പാപങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതല്ല പിശാചിന്റെ അന്തിമ ലക്ഷ്യം. പിശാച് നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് ശാശ്വതമായി നരകത്തിലാകുന്ന, കാലാകാലം നരകത്തിലേക്ക് കിടക്കുന്ന ഷിർക്ക് നമ്മളിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷിർക്കിൽ നമ്മൾ അകപ്പെടുന്നത് വരെ പിശാച് നമ്മെ അതിലേക്ക് നയിക്കുന്ന ഓരോ കാര്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. ഈ പാപങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മെ ആ പാപങ്ങളിൽ തളച്ചിടാൻ വേണ്ടിയിട്ടല്ല. ആ പാപങ്ങളിലൂടെ ഒന്നെങ്കിൽ ആ പാപങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ട് ഷിർക്കും കുഫ്റും സംഭവിക്കണം, അല്ലെങ്കിൽ ആ പാപങ്ങൾ യഥേഷ്ടം ചെയ്യാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിൽ ഒരാളെത്തണം. ഈ രണ്ടാലൊരു കെണിയിൽ അകപ്പെട്ടുകൊണ്ട് ശിർക്കിലും കുഫറിലുമായി തീരാനാണ് പിശാചിന്റെ എല്ലാവിധ ക്ഷണവും ഉള്ളത്. അപ്പൊ പാപങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇങ്ങനെ ഒരു പാപമല്ലേ ചെയ്യുന്നുള്ളൂ, ഇത് നമുക്ക് മാത്രമല്ല ദോഷമുള്ളൂ, വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാൻ സ്വയം ചെയ്യുന്ന പാപമല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, അത് പിശാച് ഒരിക്കൽ ശിർക്കിലേക്ക് എത്തിക്കുന്നവരെ നമ്മെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ പിശാചിന്റെ ലക്ഷ്യം കെണി എന്നുള്ളത് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഹശ്റിൽ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, കമസലി ശൈത്താൻ, ശൈത്താനിന്റെ ഉപമ അത് ഏതുപോലെയാണ്? ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക. പിശാച് മനുഷ്യനോട് പറഞ്ഞു, ഉക്ഫുർ, നീ കാഫിറാവുക, നീ അല്ലാഹുവിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ പിശാച് മനുഷ്യൻ കുഫറിലായി കഴിഞ്ഞാൽ പിശാച് പറയും, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്. ഇനി നീയായി നിന്റെ കുഫറായി അള്ളാഹുവിന് മുമ്പിൽ നിന്റെ അവസ്ഥ എന്തുവാണെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പിശാച് പറയുന്നതാണ്. അപ്പൊ എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളിൽ നമ്മെ വീഴ്ത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ശിർക്കിലേക്കും കുഫറിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖലഖതു ഇബാദി ഹുനഫാഅ കുല്ലഹും, എന്റെ എല്ലാ അടിമകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഹുനഫാക്കളായിട്ടാണ്, അഥവാ തൗഹീദുള്ള ഇഖ്ലാസുള്ള ആളുകളായിട്ടാണ്, ഇസ്ലാമിന്റെ ഫിത്രത്തിലാണ്. വഇന്നഹും അതത്ഹും അശ്ശയാത്തീൻ, അവരുടെ അടുക്കലേക്ക് പിശാച് വരുന്നു. ഫജ്താലത്ഹും അൻ ദീനിഹിം വഹറമത് അലൈഹിം മാ അഹ്ലൽതു ലഹും, അവരുടെ ദീനിൽ അവരെ തെറ്റിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മേലെ ഹറാമാക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പ്രേരണ നൽകാതെ ഹറാമുകളിൽ മുഴുകിക്കുന്നു. വഅമറത്ഹും അൻ യുശ്രികൂ ബി മാ ലം ഉനസ്സിൽ ബിഹി സുൽത്താന, അങ്ങനെ പിശാച് അവരോട് എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, ഞാൻ ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത കാര്യത്തിന്റെ മേലെ. ഒന്നാമത്തേത് പിശാചിന്റെ കെണി ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കലാണ്. രണ്ടാമത്തേത് അത്തശ്കീകു ഫീ ഉസൂലിദ്ദീൻ, ദീനിന്റെ ഉസൂലുകളിൽ, ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ സംശയമുണ്ടാക്കുക എന്നുള്ളതാണ്. അഥവാ ദീനിൽ നമുക്ക് വിശ്വസിക്കേണ്ട മുസല്ലമത്തായിട്ടുള്ള യാതൊരു വക്രതയുമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ദൃഢമായ ഉറപ്പുള്ള കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഇട്ടുകൊണ്ട് ആളുകളെ തെറ്റിക്കാനാണ് പിശാചിന്റെ മറ്റൊരു മാർഗം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അശ്ശൈത്താനു അഹദകും ഫയഖൂൽ, ശൈത്താൻ നിങ്ങളുടെ ഒരാളുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് പറയും, മൻ ഖലഖ കദാ, ഇന്ന കാര്യം ആരാണ് സൃഷ്ടിച്ചത്, ആകാശമോ ഭൂമിയോ അങ്ങനെ കാണിച്ചിട്ട് ഇതൊക്കെ ആരാ സൃഷ്ടിച്ചത്? എന്നിട്ട് വീണ്ടും ചോദിക്കും, മൻ ഖലഖ കദാ, വേറൊന്ന് ഇതാരാ സൃഷ്ടിച്ചത്? ഹത്താ യഖൂൽ, അങ്ങനെ ചോദിച്ച് അവസാനം ചോദിക്കും, മൻ ഖലഖ റബ്ബക, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? അതായത് ഓരോ കാര്യങ്ങൾ ചിന്തിപ്പിച്ച് വസ്വാസം ഉണ്ടാക്കി തോന്നിപ്പിച്ച് അതാരാ സൃഷ്ടിച്ച, അവൻ റബ്ബാണെന്ന് പറഞ്ഞാൽ വീണ്ടും അതാണ്, വീണ്ടും ചോദിച്ച് അവസാനം ചോദിക്കും, അപ്പൊ നിന്റെ റബ്ബിനെ ആരാ സൃഷ്ടിച്ചത്?
فإذا بلغه فليستعذ بالله ولينتهي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിയാൽ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് ഒഴിവാകുക. പക്ഷെ അതിന്റെ ധാരാളം ആളുകൾ ഇങ്ങനെ ഈ വസ്വാസിൽ അകപ്പെട്ടവരായി കാണാം. കാരണം ഇന്ന് അത്രയും അധികം ഇതുപോലെയുള്ള സംസാരങ്ങളെല്ലാം കേൾക്കാനും കാണാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള കെണിയിൽ അകപ്പെട്ടു പോയിട്ട് സംശയങ്ങൾ നിറയുന്ന അവസ്ഥയിൽ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവർ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് രക്ഷ തേടലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് രക്ഷ തേടലാണ്. ആ ചിന്ത അവസാനിപ്പിക്കലാണ്. അങ്ങനെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ സംശയമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പിശാച് തെറ്റിക്കുന്നത്, പിശാചിന്റെ ലക്ഷ്യം, നമ്മുടെ പിശാചിന്റെ കെണി നമ്മുടെ മേലെ അസ്വദ്ദു അൻ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയും. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരാളെ തടയും. നമുക്കറിയാം, നമുക്ക് ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കണം. അപ്പോ ഈ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് അവൻ ആളുകളെ തടയും. അതുപോലെ തന്നെ പാപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വശമാണ്, എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയും. ഒരു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ശൈത്താന ഖഅദ ലിബ്നി ആദം ബിഅത്റുഖിഹി, പിശാച് മനുഷ്യന്റെ വഴികളിലായിക്കൊണ്ട് നിൽക്കും. അഥവാ മനുഷ്യൻ സൽക്കർമ്മങ്ങളിലേക്ക് പോകുന്ന ഓരോ വശങ്ങളിലായിക്കൊണ്ട് പിശാച് അവിടെ ഇരിക്കും, അവിടെ കുത്തിയിരിക്കും, അവിടെ തടസ്സമായിട്ട്. ഫഖഅദ ലഹു ബിത്വരീഖിൽ ഇസ്ലാം, ഇനി ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഫഖാല, അവനോട് പറയും, തുസ്ലിമു വതദറു ദീനക വദീന ആബായിക വആബാഅ ആബായിക, നീ മുസ്ലിമാവേ, നീ ഇസ്ലാം സ്വീകരിക്കേ, നിന്റെയും നിന്റെ ഉപ്പാന്റെയും നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ ദീന് വിട്ടിട്ട് നീ ഇസ്ലാം സ്വീകരിക്കുക ചോദിക്കും, അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി. ഫഅസാഹു ഫഅസ്ലമ, അങ്ങനെ ഒരാൾ പിശാചിനെ ധിക്കരിച്ച് അത് കേൾക്കാതെ മുസ്ലിമായി വിചാരിക്കുക. ثم قعد له بطريق الهجرة, പിന്നെ അവൻ ഹിജറ പോകാൻ ഒരുങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഹിജറയുടെ മാർഗത്തിൽ വന്നിട്ട് കുത്തിയിരിക്കും. ഫഖാല, എന്നിട്ട് പറയും, തുഹാജിറു വതദഉ അർളക വസമാഅക, നീ ഹിജറ ചെയ്യാണോ, നിന്റെ നാടും ഭൂമിയൊക്കെ വിട്ടിട്ട് നീ ഹിജറ ചെയ്ത് പോവുകയാണോ ചോദിക്കും. ഫഅസാഹു ഫഹാജറ, അങ്ങനെ മനുഷ്യൻ പിശാചിന്റെ വാക്ക് കേൾക്കാതെ ഹിജറ ചെയ്തു വിചാരിക്കുക. ثم قعد له بطريق الجهاد, പിന്നെ ജിഹാദിന്റെ വഴിയിൽ പിശാചിരിക്കും. ജിഹാദിന് അവൻ ഒരുങ്ങി പോവുകയാണെങ്കിൽ ആ വഴിയിൽ ഇരിക്കും. ഫഖാല, എന്നിട്ട് പറയും, തുജാഹിദു, നീ ജിഹാദ് ചെയ്യാൻ പോവുകയാണോ. فهو جهد النفس والمال فتقاتل فتقتل, നിന്റെ സ്വത്തും നിന്റെ സമ്പത്തും നിന്റെ ശരീരവും ഒക്കെ നഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്കാണോ നീ പോകുന്നത്. ഫതുൻകഹുൽ മർഅതു, നിന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കും. വയുഖ്സമുൽ മാലു, നിന്റെ സമ്പത്ത് വേറെ ആളുകൾ വീതിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിശാച് അതിനെ തെറ്റിക്കാൻ നോക്കും. ഫഅസാഹു ഫജാഹദ, അങ്ങനെ അയാൾ പിശാചിന്റെ ആ വാക്കും കേൾക്കാതെ ജിഹാദ് ചെയ്തു വിചാരിക്കാം. فمن فعل ذلك كان حقا على الله أن يدخله الجنة, ആരാണോ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മേലുള്ള ഹക്കാണ്, അള്ളാഹു എടുത്തിട്ടുള്ള ബാധ്യതയാണ്, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നത്. അതായത് ഏതൊരു നന്മക്ക് നമ്മൾ ഒരുങ്ങിയാലും ആ നന്മ ചെയ്യാനുള്ള വഴിയിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ നിൽക്കും. അതുകൊണ്ടാണ് നന്മകൾ പെട്ടെന്ന് ചെയ്യണം പറയുന്നത്. അപ്പൊ നമ്മളൊരു 100, 500, 1000 കുറച്ച് പണം സ്വന്തം കൊടുക്കാൻ തീരുമാനിച്ചു വിചാരിക്കുക, പെട്ടെന്ന് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ആ കർമ്മം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു സുന്നത്തായ നോമ്പെടുക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് പിൻവലിപ്പിക്കും. അല്ലെങ്കിൽ എന്തൊരു നന്മയാണെങ്കിലും അത് ചെയ്യാനൊരുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് തടയാൻ പിശാചിന്റെ കെണി അവിടെ ഉണ്ടാകും. ഇത് ഓരോന്നും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തടയാനുള്ള, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, എന്നാൽ നമ്മെ തെറ്റിക്കാനുള്ള ശത്രുവിന്റെ കെണികളാണത്. നമ്മുടെ ഈ ഏതൊരു നന്മയിൽ നിന്നും തടയും. നോക്കൂ, പിശാച് പറഞ്ഞിട്ടുള്ള വാക്ക് സൂറത്തുൽ അറാഫിൽ, ഖാല ഫബിമാ റുവൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. പിശാച് പറയാണ്, എന്നെ എന്തായാലും നീ പഴിപ്പിച്ചു. അള്ളാഹുവിനോട് പറയാണ്, ഞാൻ എന്തായാലും പഴിച്ചുപോയി, ഇനി അവർ നിന്നിലേക്ക് അടുക്കുന്ന നേരായ മാർഗത്തിൽ ഞാൻ പോയിരിക്കും, കുത്തിയിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم, അവരെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഏതൊക്കെ രീതിയിൽ അവർ തെറ്റിക്കാൻ നോക്കുവോ ആ വഴിയിലെല്ലാം ഞാൻ തെറ്റിക്കും.
വലാ തജിദു അക്സറഹും ഷാകിരീൻ. അല്ലാഹുവിനോട് പറയാണ്, അധിക പേരും നന്ദിയുള്ളവരായിട്ട് നീ കാണില്ല, നീ കണ്ടെത്തില്ല. അപ്പോ നന്മകൾ ചെയ്യുന്നിടത്ത് തടയുക എന്നുള്ളത് പിശാചിന്റെ കെണിയാണ്. നാലാമത്തേത് അൽ ഹസ്സു അലാ ഇർതികാബിൽ മആസി വൽ മുഖാലിഫാത്ത്. ഒരു അടിമയെ കൊണ്ട് പാപങ്ങളിൽ മുഴുകിപ്പിക്കുക, പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങളിൽ തുടർത്തുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാണ്. മനുഷ്യനെ പാപങ്ങളിൽ ചെയ്യിപ്പിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉപ്പയും ഉമ്മയും ആദം നബി അലൈഹി ഇസ്ലാമിനെ തെറ്റിച്ചതാണ്. അല്ലാഹു തആല പറയാ സൂറത്തുൽ ത്വാഹയിൽ, ഫവസ്വസ ഇലൈഹി ശൈത്താൻ. പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോയി വസ്വാസ് ഉണ്ടാക്കി. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന ഒരുതരം ചിന്തകൾ, ഇങ്ങനെ തോന്നലുകൾ, ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ. എന്നിട്ട് പറഞ്ഞു, ഖാല യാ ആദം, ഏ ആദം, ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. പറഞ്ഞു നോക്കി, ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, നിനക്ക് ഞാൻ ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ ജീവിതം നൽകുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചും അതുപോലെ തന്നെ നശിച്ചു പോകാത്തൊരു അധികാരത്തെ കുറിച്ചും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. ഫഅകല മിൻഹ. അങ്ങനെ ആ വൃക്ഷത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാം ഭക്ഷിച്ചു. ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അങ്ങനെ അത്രയും നേരം നഗ്നതകൾ വെളിപ്പെടാത്തവരായിട്ടുണ്ടായിരുന്ന അവരുടെ നഗ്നതകൾ അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു. അവർ അതിനെ മറക്കാൻ വേണ്ടി സ്വർഗത്തിലെ ഇലകളെല്ലാം പൊടിച്ച് ഒരു വസ്ത്രമായിക്കൊണ്ട് അത് മറക്കാൻ അവർ ഒരുങ്ങി. വഅസാ ആദമു റബ്ബഹു ഫഗവാ. ആദം തന്റെ റബ്ബിനെ ധിക്കരിക്കുകയും തെറ്റിപ്പോവുകയും ചെയ്തു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഏതൊരു പാപത്തിലേക്കും പ്രോത്സാഹനം നൽകുക, പ്രേരിപ്പിക്കുക, നയിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയിൽപ്പെട്ട കാര്യമാണ്. നമ്മെ ആ കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടി ഓരോരോ കെണികളിലേക്ക്, ഓരോരോ പാപങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നാം പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. അടുത്ത ഒന്ന് പിശാചിന്റെ കെണി എന്നുള്ളത് അൽ ഹസ്സു അലാ ഇർതികാബിൽ ഫവാഹിഷ് വദ്ദഅവതി ഇല തഅദി. മ്ലേച്ഛമായിട്ടുള്ള വ്യഭിചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രോത്സാഹനം, അതുപോലെ തന്നെ നഗ്നത വെളിവാകുന്ന അവസ്ഥയിലേക്കുള്ള പ്രോത്സാഹനം, ഇത് പിശാചിന്റെ കെണിയിൽപ്പെട്ടതാണ്. ഇന്ന് ലോകത്ത് വളരെയധികം പിശാചിന്റെ കെണിയിൽ ആളുകൾ അകപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണത്. കാരണം ആളുകളുടെ ആ ലജ്ജ ഇല്ലാതാക്കുന്ന മ്ലേച്ഛമായിട്ടുള്ള സംസാരങ്ങളിൽ മുഴുകുന്ന അവസ്ഥയിൽ അവരെ ആക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, അതുപോലെ നഗ്നത വെളിവാകുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ നഗ്നത വെളിവാകുന്ന ഔറത്ത് മറക്കാതെയുള്ള അവസ്ഥയിലേക്ക് നയിക്കുക എന്നുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയാണ്, ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ. പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത് പാപങ്ങളെ കുറിച്ചും മ്ലേച്ഛമായ. ഈ ഖുർആനിൽ ഫഹ്ശാ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ അർത്ഥമെല്ലാം വന്നിട്ടുള്ളത് എന്തർത്ഥത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ മ്ലേച്ഛമായ വ്യഭിചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, വ്യഭിചാരമായ സംബന്ധമായ കാര്യങ്ങൾക്കാണ്. ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഫഹ്ശ എന്നുള്ളതിന് അർത്ഥം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ബുഖ്ല്, പിശുക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഖുർആനിൽ ഒരു സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ സന്ദർഭത്തിലും ഫഹ്ശ എന്നുള്ള പദം വന്നിട്ടുള്ളത് വ്യഭിചാര സംബന്ധമായിട്ടുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്കും സംസാരങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. എന്നാൽ സൂറത്തുൽ ബഖറയിലെ 268-ാമത്തെ ആയത്തിൽ ഫഹ്ശ എന്ന് പറഞ്ഞിട്ടുള്ളത് പിശുക്കിന് ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത്? അശ്ശൈത്താനു യഅിദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശ. പിശാച് നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് ഭയപ്പെടുത്തുകയാണ്. വയഅ്മുറുകും ബിൽ ഫഹ്ശ, നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഹ്ശ ആണ്. അവളുടെ ഉദ്ദേശം പിശുക്കാണ്. നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പേടിപ്പിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് തടഞ്ഞ് പിശുക്ക് കൊണ്ട് നിങ്ങളെ കൽപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഖുർആനിലെ സന്ദർഭങ്ങളിൽ ഫഹ്ശ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മ്ലേച്ഛമായിട്ടുള്ള തെറ്റുകൾക്കാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിശാച് പ്രോത്സാഹനം നൽകും. അതുപോലെ തന്നെ ഔറത്ത് വെളിവാകുന്ന ആണുങ്ങളുടെ ആവട്ടെ പെണ്ണുങ്ങളുടെ ആവട്ടെ അവരെ നഗ്നത വെളിവാക്കുന്ന അവസ്ഥയിലേക്ക്. ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാബയുടെയും ജീവിതത്തിൽ ഉണ്ടായതെന്താണ്? സ്വർഗത്തിൽ ഉണ്ടായതെന്താണ്? അവരെ നഗ്നത വെളിവായി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പിശാച് നയിക്കും. അത് പിശാചിന്റെ കെണികളിൽപ്പെട്ടതാണ്. മറ്റൊന്ന് പിശാചിന്റെ തന്ത്രം എന്നുള്ളത് ഇഫ്സാദു ദാത്തിൽ ബൈൻ.
പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, കുടുംബബന്ധമാവട്ടെ, ആദർശബന്ധമാവട്ടെ, ഏത് തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ അതിനിടയിൽ കുഴപ്പമുണ്ടാക്കുക. മുസ്ലിമുകൾ തമ്മിലുള്ള ബന്ധമാവട്ടെ, അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിലുള്ള ബന്ധമാവട്ടെ, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്തിൽ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ. പിശാച് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെന്ന് ചാടണം, നിങ്ങൾ പരസ്പരം വിദ്വേഷവും പകയും ശത്രുതയും വെച്ച് പുലർത്തുന്ന അവസ്ഥയിൽ നിങ്ങൾ ആകണം എന്നുള്ളതാണ് പിശാച് നിങ്ങളിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇന്ന് മുസ്ലിമുകൾക്കിടയിൽ അവർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. പിശാചിന് വളരെയധികം പ്രതീക്ഷയേകുന്ന ഒരു കാര്യമാണ് മുസ്ലിമുകൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പകയും വിദ്വേഷവും എല്ലാം ഉണ്ടാക്കുക എന്നുള്ളത്. അത് അയൽവാസികളായാലും കുടുംബക്കാരായാലും ഒരു ആദർശത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കുക, അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, ഇന്ന ശൈത്താന ഖദ് യഇസ അൻ യഅബദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. ഇസ്ലാം അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അത്രയധികം മുസ്ലിമുകൾ നിലനിൽക്കുന്നുണ്ട്, ഇസ്ലാമിനാണ് പ്രതാപം. അങ്ങനെ മക്കയുടെയും മദീനയുടെയും നേതാവായിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉന്നതമായ അവസ്ഥയിൽ ജസീറത്തുൽ അറബിൽ പൂർണ്ണമായി ഭരണം കൈവരിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജസീറത്തുൽ അറബിൽ ഈ തൗഹീദുള്ള ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ, അവരെയെല്ലാം ഇനി ആ പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കാൻ സാധിക്കും എന്ന് പിശാചിന് പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷ പിശാചിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ഇനി ശിർക്കിൽ വീഴുന്നു. എന്നിട്ട് പറയാണ്, വലാകിൻ ഫി തഹ്രീശ് ബൈനഹും. പക്ഷേ പിശാചിന് പ്രതീക്ഷയുള്ള കാര്യം നിങ്ങളെ പരസ്പരം തെറ്റിക്കുന്നതിലാണ്. നിങ്ങളിൽ പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ഭിന്നിപ്പിച്ച് തെറ്റിക്കുന്നതിൽ പിശാചിന് പ്രതീക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. ഇത് പിശാചിന്റെ കെണിയാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും എല്ലാം മുസ്ലിമീങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവരിൽ ഛിദ്രത ഉണ്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയിൽപ്പെട്ട കാര്യമാണ്. അടുത്തൊരു കെണി നിസ്യാനു ദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കുന്നത്, അള്ളാഹുവിനെ ഓർക്കുന്നത് മറപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് മറപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ കെണിയിൽപ്പെട്ട കാര്യമാണ്. അതായത് പിശാചിൽ നിന്ന് നമുക്കുള്ള രക്ഷയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലിനോട് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങൾ കൽപ്പിച്ചു. അതിൽ യഹ്യാ നബി അലൈഹിസ്സലാം അത് ബനൂ ഇസ്രായേലിനോട് പറയാൻ കുറച്ച് സമയം വൈകി, പറയുന്നില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം യഹ്യാ നബിയോട് ഒന്ന് പറഞ്ഞു. ഒരു കാലത്തുണ്ടായിരുന്ന നബിമാരാണ്, കസിൻസാണ്. ഈസാ നബി അലൈഹിസ്സലാം യഹ്യാ നബിയോട് പറഞ്ഞു, നീ ഇത് കൽപ്പിക്കുന്നുണ്ടോ അതോ ഞാനിനി പറയണോ ബനൂ ഇസ്രായേലിനോട് എന്ന് ചോദിച്ചു. അപ്പൊ യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എന്നോട് പറഞ്ഞ കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ ബാധിക്കുമോ എന്ന് പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ബനൂ ഇസ്രായേലുകളെല്ലാം വിളിച്ചുകൂട്ടി. ബൈത്തുൽ മഖ്ദിസ് നിറഞ്ഞു. അതിന്റെ മേൽപ്പൂരയിലും നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആളുകൾ നിറഞ്ഞു. അങ്ങനെ യഹ്യാ നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു 5 കൽപ്പനകൾ. അതിൽ ഒന്ന് ഈ ദിക്റുള്ളയാണ്. ഒരു ഉപമ പറഞ്ഞു. ഓരോന്നിനും ഓരോ ഉപമ പറയുന്നുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപമ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ശത്രുക്കൾ ഓടിക്കുകയാണ്, പിടിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ഓടിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി ഒരു കോട്ടക്കകത്ത് കയറി. ആ കോട്ടയകത്ത് അടച്ച്, അതിന്റെ ഡോറൊക്കെ അടച്ച് കോട്ടക്കകത്ത് കയറി. ശത്രുക്കൾക്ക് അയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെയാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞത്. പിശാച് നമ്മളെ പിടിക്കാൻ വരുമ്പോൾ, നമ്മളെ വീഴ്ത്താൻ വരുമ്പോൾ, അതിൽ നിന്ന്, ആ പിശാചിന്റെ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അതെല്ലാ തരത്തിലും, നാവ് കൊണ്ടും അതുപോലെ അവയവങ്ങൾ കൊണ്ടും കൽബ് കൊണ്ടെല്ലാം. ഇപ്പൊ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉള്ളത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളത്, നിസ്കാര ശേഷമുള്ളത്, അതല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ കൽബിൽ ഓർക്കുക എന്നുള്ളത്. അല്ലാതെ പൊതുവെ ചെല്ലേണ്ട സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നീ തുടങ്ങിയിട്ടുള്ള ഈ ദിക്റുകളെല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ദിക്റിൽ നിന്ന് ഒരാളെ തെറ്റിച്ചാൽ പിശാചിന് എന്താണ്? പിശാച് ശ്രമിക്കുക എന്തിനാണെന്നറിയോ?
അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഒരാൾ കൃത്യമായി ഖുർആൻ ഓതുന്ന, അദ്കാറുകൾ ചെല്ലുന്ന, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അവനെ ഖുർആൻ ഓതുന്നതിന് മടി കാണിപ്പിക്കും, പിന്നോദം അതിന് തെറ്റിക്കും. ദിക്റുകൾ ചെയ്യുന്നത് തെറ്റിക്കും. അതിനെ തെറ്റിച്ച് ആ കോട്ട വിള്ളൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ എളുപ്പമാണ്? പിന്നെ പിശാചിന് കയറാൻ എളുപ്പമാണ്, പിന്നെ ഒരു പാപത്തിൽ കൊണ്ടുപോയി വീട്ടാൻ എളുപ്പമാണ്. എന്നാൽ ആ കോട്ടയുടെ സംരക്ഷണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ കോട്ടയെ ശക്തിപ്പെടുത്താനുള്ള പണികളിൽ നമ്മൾ മുഴുകുകയുള്ളൂ. ആ ദിക്റിന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പിശാചാണ് നമ്മുടെ കൂട്ടാളിയായിട്ടുണ്ടാവുക. അല്ലാഹു തആല സൂറത്തുൽ സുഖ്റൂഫിൽ പറയാണ്, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള, റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് തെറ്റുന്നത്, അതിൽ നിന്ന് മാറിപ്പോകുന്നത്, പിന്നെ അവന്റെ കൂട്ടാളിയായിട്ട് ഒരു ശൈത്താനാണ് ഉണ്ടാവുക, ഒരു പിശാചാണ് ഉണ്ടാവുക. ശൈത്താൻ അവന്റെ ഒപ്പം ഉണ്ടാവുന്ന ഖരീനായിട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. ആ പിശാചുക്കൾ അവരെ പഴപ്പിച്ചിട്ടുണ്ടാവും, അള്ളാഹിന്റെ ദിക്റിന്ന് വിട്ട് അവരെ പഴപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് വിചാരിക്കും ഞങ്ങൾ നേരായ മാർഗത്തിലാണ്, അവർ വിചാരിക്കുക ഞങ്ങൾ നേരായ മാർഗത്തിലാണെന്ന് വിചാരിക്കും. പക്ഷെ പിശാച് അവരെ ബഹുദൂരം തെറ്റിച്ച അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിശാച് ഒരാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ ദിക്റിന് തെറ്റിച്ചു കളയും. സൂറത്തുൽ മുജാദിലയിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. ശൈത്താൻ കീഴ്പ്പെടുത്തി കളഞ്ഞു, പിന്നെ അള്ളാഹുവിന്റെ ദിക്ർ അവര് മറന്നു പോകുന്ന അവസ്ഥ, അള്ളാഹുവിനെ ഓർക്കാത്ത അവസ്ഥയാണ് അവർക്കുണ്ടാവുക. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. അടുത്തത് പിശാച് മനുഷ്യനെ പിഴപ്പിക്കുന്ന കെണി എന്നുള്ളത് തർക്കു സ്വലാത്തി ഔ തഹാവുനു ബിഹാ. നിസ്കാരം പാഴാക്കി പോകുന്ന, അല്ലെങ്കിൽ നിസ്കാരത്തിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുക എന്നുള്ളത്. നിസ്കാരം നമുക്കറിയാം, നമ്മളും അല്ലാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അള്ളാഹുവിനോടുള്ള മുനാജാത്തായിട്ടുള്ള കാര്യമാണ് നിസ്കാരം. നിസ്കാരത്തിൽ എത്രത്തോളം അയാൾക്ക് ശ്രദ്ധയോടുകൂടി ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും, അതുപോലെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പിശാച് നിസ്കരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയാൻ ശ്രമിക്കും. അല്ലാഹു തആല പറയാണ് സൂറത്തുൽ മാഇദയിൽ 91-ാമത്തെ ആയത്തിൽ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. മദ്യവും ചൂതാട്ടവും പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പിശാച് നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയാൻ, വഅനിസ് സ്വലാ, നിസ്കരിക്കുന്നതിൽ നിന്നും, നിസ്കാരത്തിൽ നിന്നും, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കാനായില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുക. നിസ്കാരത്തിന് തടയുക എന്നുള്ളത് പിശാചിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി ഒരാളെ തടയാൻ പറ്റിയില്ലെങ്കിൽ ആ പിശാചിൽ അവന്റെ ആ മനുഷ്യനിൽ അവന്റെ ശ്രദ്ധ തെറ്റിച്ച് ആ നിസ്കാരത്തിൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് മറപ്പിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നയിക്കുന്ന അവസ്ഥയിൽ പിശാചാക്കും. അവൻ അതുവരെ ഓർമ്മയില്ലാത്ത കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇദാ നൂദിയ ബിസ്സലാ അദ്ബറ ശൈത്താനു വലഹു ദുറാത്തുൻ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിശാച് ഓടും, പിശാച് കീഴ്വായി വിട്ടുകൊണ്ട് ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഹത്താ ലാ യസ്മഉ തഅദീൻ, ആ ബാങ്ക് കേൾക്കാത്ത അത്ര ദൂരത്തേക്ക് പിശാച് ഓടിപ്പോകും, അകന്നു പോകും. ഫൈദാ ഖുദിയൽ അദാനു അഖ്ബല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ആളുകളുടെ അടുക്കിലേക്ക് വരും. ഫൈദാ സുവ്വിബ അദ്ബറ, അങ്ങനെ ഇഖാമത്ത് കൊടുത്താൽ വീണ്ടും പോകും, പിന്തിരിഞ്ഞു പോകും. ഫൈദാ ഖുദിയത്ത് തസ്വീബു അഖ്ബല ഹത്താ യഖ്തുറ ബൈനൽ മർഇ വനഫ്സിഹി, അങ്ങനെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പിശാച് ഓരോ ആളുകളിലേക്ക് അടുത്തേക്ക് വരും. എന്നിട്ട് അവന്റെയും അവന്റെ ചിന്തകളുടെയും ഇടയിൽ കയറി കളിക്കും. എന്നിട്ട് പറയും ഉദ്കുർ കദാ ഉദ്കുർ കദാ, അതോർക്ക് ഇതോർക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ലിമാ ലം യകുൻ യദ്കുറു മിൻ ഖബൽ ഹത്താ യദില്ല الرجل മാ യദ്രി കം സല്ല. അവൻ ആ നിസ്കാരത്തിന് മുമ്പ് ഓർമ്മ ഉണ്ടാവില്ല, കാര്യം അതിനെക്കുറിച്ച് അവൻ ഓർത്തിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ നിസ്കാരത്തിന്റെ സമയത്ത് ഓരോന്ന് ഓർമ്മിപ്പിച്ചിട്ട് ആ നിസ്കരിക്കുന്നവന് ഞാൻ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് വരെ ഓർമ്മയില്ലാതാക്കുന്ന അവസ്ഥയിൽ അവനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോ പിശാച് കട്ടെടുക്കുന്ന നിസ്കരിക്കുന്നവരിൽ നിന്ന് എടുക്കുന്ന ഒരാളെ ശ്രദ്ധ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പിശാച് കട്ടെടുക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിശാചിന്റെ മറ്റൊരു കെണിയാണ്. മറ്റൊന്ന് അൽ-ഇഫ്തിറാഉ അലല്ലാഹ്, അള്ളാഹുവിനെ പറ്റി കള്ള ആരോപണങ്ങൾ, അറിവില്ലാത്ത സംസാരങ്ങൾ സംസാരിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ജലാലത്തിനോ മഹത്വത്തിനോ യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, കള്ള ആരോപണങ്ങൾ അള്ളാഹുവിന്റെ മേൽ ആരോപിക്കുന്ന, ഉന്നയിപ്പിക്കുന്ന അവസ്ഥ പിശാച് മനുഷ്യരുണ്ടാക്കും. അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ അള്ളാഹുവിന്റെ മേലെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം, കള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം അത് ശിർക്കിന്റെ വിഷയത്തിൽ. അതുപോലെ ഏതൊരു വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അറിയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഗൗരവമുള്ള കുറ്റമാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും ഒക്കെ പഠിക്കുമ്പോൾ ധാരാളം പിഴച്ച ആളുകൾ പിഴച്ചിട്ടുള്ള ഒരു മേഖലയാണത്. അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളെ അവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും, അതിനെ തെറ്റായ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയെല്ലാം അള്ളാഹുവിനെ കുറിച്ച് കള്ള ആരോപണങ്ങൾ ആക്കുക എന്നുള്ളത്. മറ്റൊരു കെണി പിശാചിന്റെ മനുഷ്യനെ പഴപ്പിക്കാനുള്ളത് തസ്യീനുൽ ബാത്തിലി ഫീ സൂറത്തിൽ ഹഖ്, ബാത്തിലായ കാര്യങ്ങളെ ഹക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാണിക്കും. ബാത്തിലായിട്ടുള്ള, നിരർത്ഥകമായിട്ടുള്ള, തെറ്റായിട്ടുള്ള കാര്യങ്ങളെ അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യം എന്ന നിലക്ക് ആളുകളെ കാണിക്കും. അധികം ആളുകളും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ അലങ്കാരങ്ങളെ പിശാച് കാണിക്കുന്നത് ഇത് നിലനിൽക്കുന്നതാണ്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനമേകുന്നത്, സന്തോഷമേകുന്നത് എന്ന നിലക്ക് കാണിച്ചിട്ടാണ്. നോക്കൂ, പിശാച് പറഞ്ഞ വാക്ക് മുമ്പ് പറഞ്ഞു, ഖാല റബ്ബി ബിമാ ഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ, എന്നെ പിഴപ്പിച്ചത് കാരണത്താൽ റബ്ബേ ഞാൻ അവർക്ക് ഭൂമിയിലുള്ളതിനെ അലങ്കാരമായി കാണിച്ചു കൊടുക്കുകയും അവരെ പഴപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോ നമുക്ക് തോന്നും, ചില ആളുകൾ ചെയ്യുന്ന കാര്യം കാണുമ്പോ ഇവർക്കൊന്നും ലജ്ജയില്ലേ, ഇവർക്കൊന്നും ലജ്ജയില്ലാതെയാണോ അവർ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു മോശമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അവർ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന അത്രയും മ്ലേച്ഛമായ തിന്മകൾ ആൾക്കാർ ചെയ്യും. പിശാച് അലങ്കാരമായി തോന്നിച്ചിട്ടാണ്. ഇപ്പൊ എന്തിനൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട് ദുനിയാവിൽ? എലിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്, പാമ്പിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യനെ ആരാധിക്കുന്നവരുണ്ട്, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനങ്ങളെ വരെ ആരാധിക്കുന്ന ആളുകളുണ്ട് ദുനിയാവിൽ. അങ്ങനത്തെ ആളുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റൂല. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ കാര്യം എങ്ങനെയാ ആൾക്കാരൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാ ആൾക്കാർ ചെയ്യുന്നത്? അവർക്കത് ശൈത്താൻ നന്നായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. അവർക്കത് തോന്നിപ്പിക്കുന്ന അവസ്ഥയാണ് പിശാചിന്റെ കെണിയിൽപ്പെട്ട മറ്റൊരു കെണി എന്ന് പറയുന്നത്. ധാരാളം ആയത്തുകളിൽ ഈ കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൻ നംലിൽ കാണാം, ബൽഖീസ് രാജാവിന്റെ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചരിത്രത്തിൽ ബൽഖീസ് രാജ്ഞിയുടെ ചരിത്രം പറയുന്നിടത്ത് വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസ്, അവരും അവരുടെ ആ ഖൗമും സൂര്യനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്, സൂര്യന് മുമ്പിലാണ് സുജൂദ് ചെയ്തിരുന്നത്, മിൻ ദൂനില്ല, അല്ലാഹുവിനൊഴികെ. വസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീൽ ഫഹും ലാ യഹ്തദൂൻ, പിശാച് അവരുടെ പ്രവർത്തനം അവർക്ക് അലങ്കാരമായി തോന്നിച്ചിരിക്കുകയാണ്, എന്നിട്ട് അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഏതൊരു തിന്മയും പിശാച് നന്നായി കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ആ രീതിയിൽ അത് ചെയ്യുന്നത്. മറ്റു ഒരു കെണി പിശാചിന്റെ അൽ ഗളബു വൽ അജ്ലതു, കോപവും ധൃതിയും. കോപം, ധൃതി എന്നീ കാര്യങ്ങൾ പിശാചിന്റെ കെണികളിൽപ്പെട്ടതാണ്. കാരണം കോപം എന്നുള്ളതിനെ പറ്റി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ആ കുട്ടിയുടെ കയ്യിലുള്ള ഒരു ബോളിനെ എങ്ങനെയാണോ തട്ടിക്കളിക്കുക അതുപോലെ മനുഷ്യനെ തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഒരാൾ കോപിക്കുമ്പോൾ. പിശാചിന് ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും അധികാരം ചെലുത്താൻ പറ്റുന്ന, എല്ലാ രീതിയിലും അധികാരം ചെലുത്താൻ പറ്റുന്ന സമയമാണ് അവൻ കോപിക്കുന്ന സന്ദർഭത്തിൽ. അതിന് ഉപമയായി ഉലമാക്കൾ പറഞ്ഞതാണ്, ഒരു കുട്ടി ഒരു ബോൾ കിട്ടിയാൽ അതെങ്ങനെ തട്ടിക്കളിക്കുമോ അതുപോലെ കോപിതനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് പിശാച് തട്ടിക്കളിക്കും. അവൻ എന്താ പറയുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ അവന്റെ നിയന്ത്രണം പൂർണ്ണമായി വിട്ട് പിശാചിന്റെ കയ്യിലെത്തുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് പിശാചിന് രക്ഷ തേടുന്നത്.
കോപം വരുമ്പോൾ പിശാചിന് രക്ഷ തേടുന്ന വുദു എടുക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ കോപം എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, കോപം എന്നുള്ളത് പിശാചിൽ നിന്നുള്ള കാര്യമാണ്. രണ്ടാമത്തേത് അജലത്ത്. അജലത്ത് ധൃതി കാണിക്കുക, ആവശ്യമില്ലാത്ത ധൃതി, നന്മയിലേക്ക് മുന്നേറുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, വെറുതെ ബേജാറായിക്കൊണ്ട് ധൃതി കാണിക്കുന്ന ഒരു അവസ്ഥ, ഇതും പിശാചിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, വൽ അനാതു മിനല്ലാഹ്. അനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ച് പിന്നെ അവധാനതയോട് കൂടി ഒരു കാര്യം ചെയ്യുന്നതിനാണ് അനാത്ത് എന്ന് പറയാം. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലതു മിനശ് ശൈത്താൻ. എന്നാൽ ധൃതി കാണിക്കുക എന്നുള്ളത് പിശാചിന്, ഒരു കാര്യം ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ധൃതി ചെയ്യുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. പിശാച് മനുഷ്യനെ അകപ്പെടുത്തുന്ന രണ്ട് അബദ്ധങ്ങളാണ് ഗളബ്, അതുപോലെ തന്നെ പിന്നെ അജ്ലത്ത് എന്നുള്ളത്. അടുത്ത ഒന്ന് ഫിത്നത്തുൽ ഇൻസാനി ഇൻദൽ മൗത്ത്. മരണസമയത്ത് മനുഷ്യനെ ഫിത്നയിൽ അകപ്പെടുത്തുകയാണ്. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഭൂമിയിൽ ഞെരുക്കം അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവന്റെ മരണസമയത്താണ്. ആ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ പിശാച് അവന്റെ കൂട്ടാളികളോട് പറയും, ഇപ്പോ അവനെ പിടിച്ചോ, ഇനി അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെന്ത് കിട്ടൂല, അവനെ തെറ്റിക്കാൻ പറ്റൂല. ഇപ്പോ ഈ മരണസമയത്ത് അവനെ പിടികൂടിക്കോ, അവനെ എങ്ങനെയെങ്കിലും പഴപ്പിച്ചോ. അവൻ ഇതിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഇനി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ച ഒരാളെ പിശാചിനെ തെറ്റിക്കാൻ പറ്റൂല. പിന്നെ ഇനി നിങ്ങൾക്ക് അവസരം കിട്ടില്ല എന്ന് ബാക്കിയുള്ള പിശാചികൾ പറഞ്ഞ് എല്ലാ രീതിയിലും മനുഷ്യനെ തെറ്റിക്കാൻ നോക്കുന്ന ഒരു സമയമാണ് മരണസമയം. പ്രശസ്തമായിട്ടുള്ള ഒരു അസറാണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മരണസമയത്ത്, മരണത്തിനോട് അടുത്ത് കിടക്കുന്ന സമയത്ത് ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. മകൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, പിശാച് എന്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു, എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് എന്നോട് പറയും. കാരണം ധാരാളം ഫിത്നകൾ ദീനിന്റെ പേരിൽ നേരിട്ട ഒരു വ്യക്തിയാണ് ഇമാം അഹ്മദ്. പല രീതിയിലുള്ള ഫിത്നകളുണ്ട്. ശുഹ്റത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാതെയുള്ള ഫിത്നകളുണ്ട്, ഭരണകൂടത്തിൽ നിന്നുള്ള ഉപദ്രവമുണ്ട്, ജനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ഇൽമിയായിട്ടുള്ള ചർച്ചകളിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല ഫിത്നകൾ. പക്ഷെ ദീനിൽ ഉറച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണ് ഇമാം അഹ്മദ്. മരണസമയത്ത് പിശാച് അദ്ദേഹത്തിനെ തോന്നിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് വസ്വാസ് നടത്താൻ, നിങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പൊ ഇമാം അഹ്മദ് അങ്ങനെ തോന്നിയ കിബർ അഹങ്കാരമായിട്ട് ഉജുബായിട്ട് പഴപ്പിക്കാൻ നോക്കുകയാണ്. ഇമാം അഹ്മദ് പറയാനില്ല, ആയിട്ടില്ല എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മകൻ ഉദ്ധരിക്കുന്ന റിവായത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഒരു ദുആ തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള, അൽബാനി സഹീഹാക്കിയിട്ടുള്ള ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനത് തറദ്ദി വൽ ഹദം വൽ ഗർഖ് വൽ ഹരീഖ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, ഞാൻ നശിച്ചു പോകുന്നതിന് തൊട്ട്, കെട്ടിടം എന്റെ മുകളിൽ വന്ന് വീണ് ഞാൻ മരണപ്പെടുന്നതിന് തൊട്ട്, ഞാൻ മുങ്ങി മരിക്കുന്നതിന് തൊട്ട്, ഞാൻ കത്തിച്ചാമ്പലായി മരിക്കുന്നതിന് തൊട്ട്, വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി ശൈത്താൻ ഇൻദൽ മൗത്ത്. മരണസമയത്ത് പിശാച് എന്നെ കീഴ്പ്പെടുത്തുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടാറുള്ള ദുആ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മരണസമയത്ത് നമുക്ക് നേരെ ചൊവ്വേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ, പിശാചിന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, പിശാചിന് രക്ഷ നേടിയ ആളുകളായിരിക്കണം. ബാഹ്യമായി നല്ല രീതിയിൽ ജീവിക്കുകയും രഹസ്യ ജീവിതത്തിൽ തിന്മകളുമായി മുഴുകിയ ആളാണെങ്കിൽ ആ ഉലമാക്കൾ പറയുകയാണ്, മരണസമയത്ത് അവന്റെ രഹസ്യ ജീവിതം എന്തായിരുന്നുവോ, അവന്റെ ഉള്ളിൽ അവൻ എന്തായിരുന്നുവോ അത് വെളിവാകുന്ന സമയമായിരിക്കും അപ്പം ഉണ്ടാവുക. ഉലമാക്കൾ പറയാറുണ്ട്, നിങ്ങൾ പുറത്ത് പിശാചിന്റെ ശത്രുവായി രഹസ്യത്തിൽ പിശാചിന്റെ മിത്രമാകുന്ന ആളുകളാവരുത്. അങ്ങനെയാണ് നമ്മൾ ആയിട്ടുള്ളത് എങ്കിൽ മരണസമയത്ത് പിശാചിനായിരിക്കും നമ്മുടെ മേലെ കൂടുതൽ അധികാരമുണ്ടാവുക. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അവസ്ഥയിലാക്കുമാറാകട്ടെ. മരണസമയം എന്നുള്ളത് പിശാച് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ്, കെണിയൊരുക്കുന്നതാണ്. അടുത്ത ഒന്ന് തജ്നീദുൻ നിസാഇ ലിൽ ഫസാദ്. പിശാച് സ്ത്രീകളെ മനുഷ്യരെ പഴപ്പിക്കാൻ വേണ്ടി, പുരുഷന്മാരെ പഴപ്പിക്കാൻ വേണ്ടി, അല്ലാത്ത രീതിയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളെ സൈന്യമായിട്ട് ഒരുക്കി അയക്കുന്നതാണ്. ഒരു പിശാച് ദാഊദ് ദവാ എന്ന കിതാബിൽ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ദാഊദ് ദവാ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. പിശാചിന്റെ കൂട്ടാളികളോട് പറയും, ഒരാളെ എങ്ങനെയും തെറ്റിക്കാൻ പറ്റില്ല വിചാരിക്കുക,
എങ്ങനെയും പിശാചിന് ഒരാൾ തെറ്റിക്കാൻ പറ്റിയില്ലെങ്കിൽ പിശാച് കൂട്ടാളോട് പറയും, സ്ത്രീ മുഖേന പെണ്ണു മുഖേന അവനെ പഴപ്പിക്കാൻ നോക്കിക്കോ. ആണുങ്ങളെ പഴപ്പിക്കാൻ തെറ്റിക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാറുള്ള മാർഗമാണ് സ്ത്രീ മുഖേന, അഥവാ പെണ്ണിന്റെ ഫിത്നയെ തൊട്ട് ആ വഴി നിങ്ങൾ പഴപ്പിച്ചോ എന്നുള്ളത് പറയാറുണ്ട്. കിതാബിയങ്ങളിൽപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് അദ്ദേഹം പറഞ്ഞ കാണാം, പിശാചിന് ഒരാളെ തെറ്റിക്കാൻ ഒരു വഴിയിലൂടെയും പറ്റിയില്ല എന്ന് വിചാരിക്കും, പിന്നെ അവൻ തുറക്കുന്ന കവാടം സ്ത്രീകൾ മുഖേനയായിരിക്കും, സ്ത്രീയുടെ ഫിത്ന കൊണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്ത, അവൾ മറക്കപ്പെടേണ്ട, സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ അശ്ശൈത്താൻ, അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളിൽ ശൈത്താൻ മറ്റുള്ള പുരുഷന്മാർക്ക് ആകർഷണം തോന്നിപ്പിക്കുന്ന, ഇഷ്ടം തോന്നിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. അതായത് ആ തരത്തിലുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ പിശാച് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ ഒരു വഴിയുടെയും, ഇപ്പൊ ഉജുബുണ്ട്, അതുപോലെ മറ്റ് പല അഹങ്കാരമുണ്ട്, കിബറുണ്ട്, അസൂയുണ്ട്, പകയുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ തിന്മകളായിട്ട് കൊലപാതകമുണ്ട്, പിന്നെ മദ്യമുണ്ട്, കളവുണ്ട്, അങ്ങനെ അതിലൊന്നും ഒരാളെ വീഴ്ത്താൻ പറ്റിയില്ല എങ്കിൽ പിശാച് അവന്റെ അടുക്കിലേക്ക് സ്ത്രീയെ ഫിത്നയായിട്ട് പല രീതിയിലായിരിക്കാം, അത് നോട്ടം കൊണ്ടായിരിക്കാം, സംസാരം കൊണ്ടായിരിക്കാം, വ്യഭിചാരമായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി സ്ത്രീയുടെ വാക്ക് കേട്ട് ചെയ്യുന്ന മറ്റു ചില പ്രവർത്തനങ്ങളിലേക്കായിരിക്കാം, അങ്ങനെ പല രീതിയിൽ തെറ്റിക്കാൻ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് എന്നുള്ളത് നല്ല മധുരമുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമാണ്. وإن الله عز وجل مستخلفكم فيها لينظر كيف تعملون, അല്ലാഹു നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കി കാണാനാണ്. ഫത്തഖു ദുനിയ വത്തഖു നിസാ, നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കുക, സ്ത്രീകളെയും സൂക്ഷിക്കുക, സ്ത്രീകളുടെ ഫിത്നയെ. فإن أول فتنة بني إسرائيل كانت في النساء, സ്ത്രീകൾക്കുണ്ടായിരുന്ന ആദ്യത്തെ ഫിത്ന എന്നുള്ളത്, ബനു ഇസ്രായേലുകൾക്കുണ്ടായ ആദ്യത്തെ ഫിത്ന എന്നുള്ളത് സ്ത്രീകളിൽ നിന്നായിരുന്നു. ബനു ഇസ്രായേലുകളെ നശിപ്പിക്കാൻ പിശാച് ശത്രുക്കൾ മുഖേന അവരിലേക്ക് വ്യഭിചാരിണിയായ സ്ത്രീകളെ നയിക്കുകയും അതിൽ ധാരാളം ആളുകൾ അതിൽ വീണുപോവുകയും പിന്നെ അവസാനം ആ ബനു ഇസ്രായേലുകളിൽ പലതരത്തിലുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ വ്യാപിക്കുകയും ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ സ്ത്രീകളുടെ ഫിത്ന ഭയപ്പെടേണ്ട, അള്ളാഹുവിനോട് രക്ഷ നേടേണ്ട ഒരു കാര്യമാണ്. കുഫറിൽ വരെ എത്തിക്കുക, അത് മനുഷ്യനെ കുഫറിൽ വരെ എത്തിക്കും. ഉലമാക്കൾ ആ വിഷയത്തിൽ ധാരാളം ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം, മുൻഗാമികൾ നടന്നിട്ടുള്ളത്. 40 കൊല്ലം ഒരു ബാങ്കിൽ ഒരു മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മരിക്കുന്നത് നസ്രാനിയായ ഒരു പെണ്ണിനെ കണ്ട് ആഗ്രഹം തോന്നി. മിസ്രിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം ഉലമാക്കൾ കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീയെ കണ്ട് ആഗ്രഹം തോന്നി, ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് ആ സ്ത്രീ നസ്രാനിയാവണമെന്ന് പറഞ്ഞപ്പോൾ നസ്രാനിയാവുകയും കുറച്ചു കഴിഞ്ഞ് ഒരു കോടി കയറുമ്പോൾ വീണ് മരണപ്പെടുകയുണ്ടായി. 40 കൊല്ലം മുഅദ്ദിനായിരുന്ന വ്യക്തി നസ്രാനിയായി കുഫറിലായിക്കൊണ്ട് ഒരു പെണ്ണിനോട് തോന്നിയ ആഗ്രഹം കാരണത്താൽ പിഴച്ചുപോയത് കാണാം. അപ്പോ വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ട, രക്ഷ തേടേണ്ട പിശാചിന്റെ കെണികളിൽ മനുഷ്യരെ തെറ്റിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന കെണിയാണ് സ്ത്രീ എന്നുള്ളത്. അടുത്ത ഒന്ന് പിശാചിന്റെ കെണി എന്നുള്ളത്, തന്ത്രം എന്നുള്ളത് മനുഷ്യന്റെ മേലെ തഫ്രീഖു ബൈന സൗജൈൻ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയുണ്ടാക്കുക, അവരെ തെറ്റിക്കുക എന്നുള്ളത്. അത് പിശാചിന് വളരെ ഇഷ്ടമുള്ള, പിശാച് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളത്. കാരണം ഭാര്യാഭർത്താക്കന്മാരെ തെറ്റുമ്പോൾ അവർ ഓരോ വ്യക്തികളിൽ മാത്രമല്ല അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു കുടുംബത്തിലേക്ക്, അടുത്തൊരു തലമുറയിലേക്ക്, ഈ വ്യക്തികളിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് പിശാചിന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ, ഇബ്ലീസ് വെള്ളത്തിന് മുകളിൽ ഇബ്ലീസിന്റെ അർശ് വെച്ചിട്ടുണ്ട്, കടലിന്റെ അടിയിലാണെന്നാണ് വിശദീകരണങ്ങളിൽ കാണാം. കാരണം അള്ളാഹുവിന്റെ അർശ് എന്തിനു മേലെയാണ്? 7 ആകാശത്തിന് മുകളിൽ, വെള്ളത്തിന് മുകളിലാണ് അള്ളാഹുവിന്റെ അർശ്. അപ്പൊ അതിനോട് സാമ്യത തോന്നാൻ വേണ്ടി കടലിനടിയിൽ വെള്ളത്തിലായിക്കൊണ്ട് ഒരു അർശ് സ്ഥാപിച്ചിട്ടുണ്ട് ഇബ്ലീസ്. ثم يبعث سرايا, അവിടെ വെച്ചിട്ടാണ് ഇബ്ലീസ് പിന്നെ എന്ത് ചെയ്യുന്നത്? തന്റെ സൈന്യത്തെ ആളുകളിലേക്ക് അയക്കുന്നത്. فأدناهم منه منزلة أعظمهم فتنة,
അങ്ങനെ ആള് സൈന്യം പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫിത്ന ഉണ്ടാക്കിയ ആളുകൾക്കാണ് ഇബ്ലീസിന്റെ നേതാവ് എന്ത് കൊടുക്കുക? കൂടുതൽ അടുത്ത സ്ഥാനവും പദവിയൊക്കെ കൊടുക്കുക. യജി വാഹിദുഹും ഫയഖൂൽ, അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് പറയും, പിന്നെ ഞാൻ ഇന്നത് ചെയ്തു, ഒരാളെ വ്യഭിചരിപ്പിച്ചു, ഒരാളെ കള്ളുകുടിപ്പിച്ചു, ഒരാളെ ഇന്നത് തെറ്റിയിപ്പിച്ചു, നയിപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പോ നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീ ഒന്നും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ട് പറയും, ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാൾ, ഇബ്ലീസിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഞാൻ ഒരുത്തന്റെ ഒപ്പം കൂടി അവനെയും അവന്റെ ഭാര്യയിനേറ്റ് ഭിന്നിപ്പിക്കുന്ന വേർപിരിയുന്നത് വരെ അവന്റെ ഒപ്പം ഞാൻ കൂടി, അങ്ങനെ തെറ്റിച്ചു എന്ന് പറയും. അപ്പോ ഇബ്ലീസ് പറയും, അവിടെ ആ കടലിൽ അടുപ്പിച്ച് നിർത്തിയിട്ട്, തന്റെ സ്ഥാനത്തിനോട് അടുപ്പിച്ച് നിർത്തിയിട്ട് പറയും, നീയാണ് ഏറ്റവും നല്ല ആള്, നീയാണ് ഏറ്റവും നല്ല കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയും എന്ന് കാണാം. ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുക, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ തന്ത്രത്തിൽപ്പെട്ട കെണിയിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇബ്ലീസിന്റെ കെണികളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേറെയും ധാരാളം കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെക്കുറിച്ച് ധാരണ വേണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല. അപ്പൊ അവസാനം പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തമ്മിലോ പ്രശ്നമാണ്. അപ്പോൾ അറിവുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് പിശാചാണ്, പിന്നെ ഇത് ഞങ്ങൾ തെറ്റിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ക്ഷമിക്കാനും ആ ദേഷ്യം പിടിച്ചു നിർത്താനും ഒക്കെ സാധിക്കും ഓരോ ഘട്ടത്തിലും. ഒരു സ്ത്രീയുടെ ഫിത്ന വരികയാണെങ്കിൽ അവിടെ ഇത് പിശാചിന്റെ കെണിയാണ്, ഇത് ഞാൻ ഒഴിവാക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന് മടി കൂടുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നന്മയിലേക്ക് മടി വരികയാണെങ്കിൽ ഇത് പിശാചിന്റെ കെണിയാണ്. പാപങ്ങളിലേക്ക് നമുക്ക് പ്രേരണ ലഭിക്കുകയാണെങ്കിൽ ഇത് പിശാചിന്റെ കെണിയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ ഇത് ഉപകരിക്കും. ഇതിനോട് ബന്ധിപ്പിച്ച് തന്നെ നമുക്കിനി പറയാനുള്ള വിഷയം പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഖുർആനിലൂടെയും പിശാചിൽ നിന്ന് രക്ഷ നേടാൻ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നത് പിശാചിന് രക്ഷയാണ്. വീട്ടിൽ കയറുമ്പോൾ പിന്നെ ബിസ്മില്ലാ എന്ന് പറയുന്നത് പിശാചിന് രക്ഷയാണ്. അതുപോലെ ഓരോ സന്ദർഭത്തിലും പിശാചിന്റെ കെണികളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെ അറിയൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയായി തന്നെ അടുത്ത ദിവസത്തിൽ പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അത് പകർത്തുക വഴി കൂടുതൽ പിശാചിന്റെ കെണിയിൽ നിന്നുള്ള, നമ്മുടെ ശത്രുവിൽ നിന്നുള്ള കെണിയിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ സൂചിപ്പിക്കാം. അല്ലാഹു തആല നമ്മെ പിശാചിന്റെ കെണിയിൽ നിന്ന് സംരക്ഷിക്കുകയും യഥാർത്ഥ മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.